എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. സാമ്പത്തിക മേഖല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലെ. നിങ്ങളിപ്പോൾ നടന്ന OA എക്സാം ആയാലും അല്ലെങ്കിൽ 10th പ്രിലിംസ് ആയാലും LGS ആയാലും എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നമുക്ക് എല്ലാ ചോദ്യങ്ങളും എക്കണോമിക്സിൽ നിന്ന് എന്താണ് ചോദിക്കാറുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പഴയ ലെവൽ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പഠിച്ചവർക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കും സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് ചോദിച്ചത്. സ്കൂൾ ടെക്സ്റ്റിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത് ചോദിച്ചത്. ആ സ്കൂൾ ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് തുടങ്ങുന്നത് 6ാം ക്ലാസ് മുതലാണ്. 5ാം ക്ലാസ്സിൽ ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ പറയുന്നുള്ളൂ. 6, 7, 8 അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ എക്കണോമിക്സ് എന്ന സാമ്പത്തിക മേഖല എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, നമ്മുടെ എക്കണോമിക്സിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ മേഖലകളാണ് പഠിക്കാനുള്ളത്, ഒന്ന് കമന്റ് ചെയ്യാമോ? മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, മാക്സിമം നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമാക്കുക. നമുക്കിതൊരു ഓൺലൈൻ ക്ലാസ് അല്ല, നമ്മളിതൊരു ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് എക്കണോമിക്സിൽ പഠിക്കേണ്ടത്, എന്തൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ടോപ്പിക്കായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യാമോ? എക്കണോമിക്സ് ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന മേഖല ഏതൊക്കെയാണ്? സൗണ്ട് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾക്ക് അറിയാവുന്നവര് ഒരു 15ഓളം പേര് ഇപ്പൊ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ 15 പേര് ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ, അതായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പൊ അടിസ്ഥാന സാമ്പത്തിക, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെ ചോദിക്കുക അല്ലെ. വേറെ ഒരാളാണ് കമന്റ് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ നമുക്കറിയാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്ക്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണ്. വേറെ ഏതൊക്കെ ടോപ്പിക്? RBI, നബാർഡ് അല്ലെ, കറക്റ്റ് ആണ്. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ, ധനകാര്യ സ്ഥാപനങ്ങൾ. ഇപ്പൊ RBI ആയാലും വാണിജ്യ ബാങ്കുകളെ കുറിച്ചായാലും SBI, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻഷുറൻസ് മേഖല, അല്ലെങ്കിൽ ഓഹരി വിപണി, അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നടന്ന എക്സൈസ് പരീക്ഷയ്ക്കൊക്കെ അതിന് ചോദ്യം ഉണ്ടായിരുന്നു. പഞ്ചവത്സര പദ്ധതി വലിയൊരു ടോപ്പിക്കാണ് അല്ലെ, പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാൻ അല്ലെ. ഈ കാര്യങ്ങളെല്ലാം ടാക്സ്, നികുതി അല്ലെ, ടാക്സ്, നികുതി, അപ്പൊ ടാക്സ്, GST അല്ലെ, നികുതി ഇതര വരുമാനം, നികുതി വരുമാനം, GDP, ദേശീയ വരുമാനം, ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ തുടക്കമാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിൽ ഒരു അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാക്സിമം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റുകൾ ചെയ്യുക, മാക്സിമം പഠിച്ചു പോവുക. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCERT ടെക്സ്റ്റിനകത്തുള്ള ക്ലാസ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ആണ്. ആ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. ഞാൻ 7ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം, ആദ്യത്തെ ക്ലാസ് ഈ ഒരു ടോപ്പിക് തന്നെ ചൂസ് ചെയ്യാൻ കാര്യം, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ ചാപ്റ്ററിൽ തന്നെ നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത 2-3 കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 2ാമത്തെ ഘട്ട ഫേസ് വരുന്നവരുണ്ട് അല്ലെ, പരീക്ഷ എഴുതാൻ പറ്റുന്നവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് കിട്ടണം എന്നോ ഉറപ്പോ അല്ലെങ്കിൽ എന്താണ് എന്ന് കിട്ടണം ആഗ്രഹം എന്നതോടുകൂടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക് തന്നെ, ഈ ഒരു ചാപ്റ്റർ തന്നെ എടുക്കാൻ കാര്യം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് ബജറ്റ്, എന്താണ് പൊതു ചെലവുകൾ, എന്താണ് പൊതു വരുമാനങ്ങൾ, എന്തൊക്കെയാണ് നികുതി വരുമാനം, എന്തൊക്കെയാണ് നികുതി ഇതര വരുമാനം, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്രമമായിട്ട് തന്നെ പഠിച്ചു പോവാം, വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ബജറ്റ് ഇങ്ങനെ, നമ്മുടെ ടോപ്പിക് ഇങ്ങനെയാണ്, ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തോടു കൂടിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ചിത്രത്തോടു കൂടിയാണ് നമ്മുടെ എന്ത് ചെയ്യാണ്, സ്കൂൾ ടെക്സ്റ്റിൽ ഈ ഒരു ചാപ്റ്ററും ആരംഭിക്കുന്നത്. ഓക്കെ, എന്താണ് കുടുംബ ബജറ്റ്? ഈ ഒരൊറ്റ ചോദ്യമാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താണ് കുടുംബ ബജറ്റ്? എന്താണ് കുടുംബ ബജറ്റ്? വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. കുടുംബ അവിടെ നമുക്ക് നോക്കാം. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയാണ് കുടുംബചിത്രം അല്ലെ, കുടുംബ ബജറ്റ്. എന്താണ്? ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയെയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കുടുംബ ബജറ്റ്? നമ്മുടെ ഒരു നിശ്ചിത കാലയളവിലേക്ക്, അത് ഒരു മാസത്തേക്കാവാം, ഒരു വർഷത്തേക്കാവാം അല്ലെ, ഒരു സാമ്പത്തിക വർഷത്തേക്കാവാം, അല്ലെങ്കിൽ ഒരു സാധാരണ വർഷത്തെ മുൻനിർത്തിയായിരിക്കാം ഈ ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയാണ്
കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്റെ കുടുംബത്തിലെ ചെലവായിരിക്കില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ബജറ്റിന്റെ ശതമാനമായിരിക്കില്ല, അല്ലെങ്കിൽ തുകകളായിരിക്കില്ല മറ്റൊരു കുടുംബത്തിന്റെ എന്താണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുടുംബങ്ങളും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ബഡ്ജറ്റിന്റെ അളവിൽ വ്യത്യാസം വരുന്നു അല്ലേ. കാരണം കുടുംബത്തിന്റെ വലിപ്പവും വരുമാനത്തിനെ അനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, അല്ലെ ചെലവുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ബജറ്റ് ഓരോ കുടുംബങ്ങളിലും വ്യത്യസ്തമായിരിക്കും അല്ലെ. നമുക്ക് എപ്പോഴും ഒരുപോലെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അല്ലെ. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാം വരുമാനം അല്ലെ, അതെല്ലാം നമ്മുടെ പൊതു വരുമാനത്തിൽ ഉൾപ്പെടും, നമ്മുടെ ആ മാസത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ പൊതുവരവിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ ആ ഒരു കുടുംബത്തിൽ ആ ഒരു വർഷം ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രയാണോ ഏതൊക്കെ കാര്യങ്ങൾക്കാണോ ചെലവായത്, ഇപ്പൊ സ്കൂൾ ഫീസ് കൊടുക്കാനായി, ബില്ലുകൾ അടയ്ക്കാനായി, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, ഇവയ്ക്കായിട്ട് മാറ്റിയ ചെലവുകൾ, ഇവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള റിപ്പോർട്ടാണ് എന്ത് പറയുന്നത്, ഒരു കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങളും എല്ലാ അംഗങ്ങളുടെ വരുമാനത്തെയും എല്ലാ അംഗങ്ങളുടെയും ചെലവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത്. നമുക്കിവിടെ ആവശ്യമുള്ള പോയിന്റ് ഒറ്റ പോയിന്റേ ഉള്ളൂ, അതായത് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റാണ് ഞാൻ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയാണ് കുടുംബ ബജറ്റ്. ക്ലിയർ അല്ലേ? കുടുംബ ബജറ്റ് ഓക്കെ അല്ലേ? എന്താണ് കുടുംബ ബജറ്റ് എന്ന് ചോദിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് എങ്ങനെ ഇതിന്റെ തൊട്ടടുത്ത ഭാഗം നോക്കാം. കുടുംബ ചെലവ്, കുടുംബ വരവ് പഠിക്കാനുണ്ട്, അതുപോലെ കുടുംബ ചെലവുണ്ട്. ഓക്കെ, ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയെയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്ന തുകയെയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും, അതായത് ആഹാരത്തിന് വേണ്ടിയിട്ടും അല്ലാതെയുള്ള ഭക്ഷ്യേതര ഉപഭോഗം, അതായത് ഫുഡ് കൺസംഷൻ, നോൺ ഫുഡ് കൺസംഷൻ, ഇവയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത് അല്ലെ. കുടുംബ ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബത്തിന്റെ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് പ്രതീക്ഷിത ചെലവ്, മറ്റൊന്ന് അപ്രതീക്ഷിത ചെലവ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ചാപ്റ്റർ ആണ് ഇത്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഒരു കുടുംബത്തിന്റെ ചെലവെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് പ്രതീക്ഷിത ചെലവ്, മറ്റൊന്ന് അപ്രതീക്ഷിത ചെലവ്. എന്താണ് പ്രതീക്ഷിത ചെലവ്, എന്താണ് അപ്രതീക്ഷിതം എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ലോജിക് തന്നെ പറയാം. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിക്കുന്ന ചെലവുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടില് വൈദ്യുത ബില്ല് ഇത്ര രൂപ വരും, വാട്ടർ ബില്ല് ഇത്ര രൂപ വരും. നമുക്ക് എന്താണ് അത് പ്രതീക്ഷിക്കുന്നതാണ്. ഉറപ്പായിട്ട് കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു 2 മാസത്തിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ബില്ല് അടയ്ക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ചിട്ടി ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് KSFE ചിട്ടി ചേർന്നിട്ടുണ്ട്, നമുക്ക് എല്ലാ മാസവും ഇതിന്റെ EMI എന്ത് ചെയ്യണം, അടയ്ക്കണം. നമ്മുടെ വീട്ടിലൊരു എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മൾ വാങ്ങിച്ചു, അതിന്റെ എല്ലാ മാസവും EMI നമ്മൾ അടയ്ക്കണം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവാണ്, ഉറപ്പായിട്ട് നമ്മളത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെലവാണ്. അതായത് ഇത്ര കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെലവ് അടയ്ക്കണം. നമ്മളെ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുക്കാറുണ്ട്, 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ലോൺ എടുക്കും. ഈ 10 വർഷവും നമുക്കറിയാം നമ്മൾ എന്താണ്, നമ്മുടെ ഒരു ചെലവാണ്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് പോകുന്ന ഒരു ചെലവാണ്. അങ്ങനെ അത്തരത്തിലുള്ള ചെലവുകളാണെന്ന് പറയുന്നത് പ്രതീക്ഷിത ചെലവെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഭക്ഷണത്തിനാവാം, അല്ലെങ്കിൽ ഭക്ഷ്യേതര ഉപഭോഗത്തിന് വേണ്ടിയിട്ടാവാം. അതായത് ഭക്ഷണം വാങ്ങാനായിട്ട്, ആഹാര കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവും പ്രതീക്ഷിത ചെലവിൽ ഉൾപ്പെടുന്നു, അല്ലാതെയുള്ള കാര്യങ്ങളും പ്രതീക്ഷിച്ച ചെലവിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ആയിരിക്കും കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബ ചെലവും ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഉള്ള കണക്കാണ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഉദാഹരണം, അവിടെ പ്രധാനമായിട്ട് 2 ഉദാഹരണമാണ് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നത്. ഒന്ന് ആഹാരം, മറ്റൊന്ന് വൈദ്യുത ബില്ല്. ഒന്ന് ആഹാരം, മറ്റൊന്ന് വൈദ്യുത ബില്ല്. അപ്പൊ കുടുംബ ബജറ്റായി, കുടുംബ ചെലവ് പഠിച്ചു, പ്രതീക്ഷിത ചെലവ് ഓക്കെ ആയി. 3 കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യാമോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാമോ ഇതുവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ? കാരണം ഇത് നമ്മളൊരു 7ാം ക്ലാസ്സുകാരന് പഠിക്കാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിനെയാണ് ഒന്നുകൂടെ എന്ത് ചെയ്യണത്, ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മാക്സിമം പഠിച്ചു തന്നെ പോവുക. ഇതുപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് അപ്രതീക്ഷിത ചെലവുകൾ. എന്താണ് അപ്രതീക്ഷിത ചെലവുകൾ? അപ്രതീക്ഷിത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല അങ്ങനെ ഒരു ചെലവ് ഉണ്ടാകും എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കൂ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് 6 മാസം കഴിയുമ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടാവും, ആ അസുഖത്തിന് നമ്മൾ ഒരുപാട് ചെലവ് നമുക്ക് വരേണ്ടി വരും, നമ്മൾ ആരെയും ചിന്തിക്കും? ഇല്ല.
മാത്രമല്ല ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മഴ വരും. മഴ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയാണ്. അതിന് നമുക്ക് ഒരുപാട് തുക നമുക്ക് ചെലവാകുന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം, ഇവയെല്ലാം എന്താണ് ഇതിലുണ്ടാകുന്ന ചെലവുകളെല്ലാം അപ്രതീക്ഷിത ചെലവുകളാണ്. ഇപ്പൊ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഇത്ര കാലയളവിൽ നമ്മൾ ഇത്ര രൂപ ഫീസൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാം. പക്ഷെ ഒരിക്കലും ഒരു പ്രകൃതിക്ഷോഭം നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റൂല. അതിന്റെ ചെലവ് ഓൾറെഡി നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല. ഇത്ര രൂപയുടെ ചെലവ് നമുക്ക് ഉണ്ടാവും നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാനായിട്ട് പറ്റൂല. അപ്പോ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്ന ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പൊ കുടുംബ ചെലവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ടോപ്പിക്കിന്റെ ഏറ്റവും ബേസ് ആണ്. ഇവിടെ നിന്നൊക്കെ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, കുടുംബ ചെലവ് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പ്രതീക്ഷിത ചെലവ്, മറ്റൊന്ന് അപ്രതീക്ഷിത ചെലവ്. പ്രതീക്ഷിത ചെലവ് ഒറ്റ വാക്കിൽ പറഞ്ഞു എന്താണ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവുകൾ. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ആഹാരം, വൈദ്യുത ബില്ല്, വിദ്യാഭ്യാസത്തിനുള്ള ചെലവൊക്കെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണെന്ന് പറഞ്ഞു. എന്നാൽ അപ്രതീക്ഷിത ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാതെ പെട്ടെന്നുണ്ടാകുന്ന ചെലവുകൾ, അവയ്ക്ക് എന്തായിരിക്കും? അപ്രതീക്ഷിത ചെലവുകളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചെലവ്, പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചെലവ്. ഇത്രയാണ് ആദ്യത്തെ ഭാഗത്തിൽ ഓർമ്മിക്കേണ്ടത്. അപ്പൊ എന്താണ് കുടുംബ ബജറ്റ് എന്ന് കിട്ടി? ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന രേഖയാണ് കുടുംബ ബജറ്റ്. അവിടെ നമുക്ക് കിട്ടിയതാണ് എന്താണ് കുടുംബ ചെലവ്. നമുക്കിനി നേരെ പഠിക്കേണ്ടതാണ് പൊതുചെലവ്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പൊതുചെലവ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിഗ്രി തലങ്ങളിലുള്ള പരീക്ഷ അല്ലെങ്കിൽ ഒരു +2 ലെവൽ പരീക്ഷ, LDC നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഗവൺമെന്റിന്റെ ചെലവുകൾ എന്തെല്ലാം? ഗവൺമെന്റിന്റെ ചെലവുകൾ ഇപ്പൊ അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കുന്നു, സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നു, ജൽജീവൻ മിഷൻ പരിധി അല്ലെങ്കിൽ പദ്ധതി കുടിനീർ ക്ഷാമം തീർക്കാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ നാടുകളിലെല്ലാം ഒരുപാട് റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പുതിയ പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, പുതിയ തുറമുഖ പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ ചെലവുകളാണ് അല്ലേ. അതായത് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് ചെലവാകുന്ന തുകയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. അതായത് വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ എന്ന് പറയപ്പെടുന്നത്. എന്താണ്? പൊതുചെലവുകൾ. ഓക്കെ, വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുചെലവിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് വികസന ചെലവുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് വികസനേതര ചെലവുകൾ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ പൊതുചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കും. നമ്മൾ കുടുംബ ചെലവിനെ രണ്ടായിട്ട് തരംതിരിച്ചില്ലേ, പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതം എന്ന് പറഞ്ഞതുപോലെ തന്നെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് വികസന ചെലവുകൾ, മറ്റൊന്ന് വികസനേതര ചെലവുകൾ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒന്ന് വികസന ചെലവുകൾ, മറ്റൊന്ന് വികസനേതര ചെലവുകൾ. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ശമ്പളം നൽകുക, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ചെലവാണ്. അത് വികസന ചെലവാണോ വികസനേതര ചെലവാണോ? ഗവൺമെന്റ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വായ്പകൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അതെല്ലാം തിരിച്ചടയ്ക്കണം. അപ്പൊ ഗവൺമെന്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരുന്ന പലിശ തിരിച്ചടവുകൾ ഗവൺമെന്റിന്റെ വികസന ചെലവാണോ വികസനേതര ചെലവാണോ? ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ചെലവാണ്. എങ്ങനെയുള്ള ചെലവാണ്? വികസന ചെലവാണോ വികസനേതര ചെലവാണോ? അതാണ് നമ്മൾ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പൊതുചെലവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനത്തെയാണ് അല്ലെങ്കിൽ പണത്തെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുചെലവുകൾ എന്ന് പറയുന്നത്. ആ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുചെലവുകളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് വികസന ചെലവുകൾ, മറ്റൊന്ന് വികസനേതര ചെലവുകൾ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണ്. എന്താണ് പൊതുചെലവ് നോക്കാം. ഗവൺമെന്റിന് വരുമാനം ലഭിക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റിന് എന്തുകൊണ്ട് ചെലവുകളുമുണ്ട്. ജനസഹായകമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് മൂലം സർക്കാരിന് ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ള പണത്തെയാണ് സർക്കാരിന്റെ പൊതുചെലവ് എന്നറിയപ്പെടുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലും പറഞ്ഞത്. ഒന്നുകൂടെ നമ്മൾ അത് വിപുലീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഗവൺമെന്റിന് വരുമാനം ലഭിക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ചെലവുണ്ട്. ജനസഹായകമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം, മറ്റ് വികസന കാര്യങ്ങൾ നടപ്പിലാക്കണം രാജ്യത്തിലും സംസ്ഥാനങ്ങളിലും.
അതിന് ഭാഗമായിട്ട് ഒരുപാട് ചെലവുകൾ അല്ലെങ്കിൽ ഒരുപാട് പണം ഗവൺമെന്റിന് ആവശ്യമായിട്ട് വരുന്നു. അത്തരത്തിലുള്ള ചിലവുകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക അല്ലെങ്കിൽ ചെലവാക്കുന്ന തുകയാണ് ഗവൺമെന്റിന്റെ പൊതു ചെലവ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് കുടുംബ ബജറ്റ്, അതുപോലെ തന്നെ കുടുംബ ചെലവ്, രണ്ട് ടൈപ്പ്. അതിനുശേഷം പഠിക്കുന്നതാണ് എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, എന്താണ് പൊതു ചെലവ്. കിട്ടിയേ? ഓക്കെ ആണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവുകൾ വർദ്ധിക്കുന്നു. ക്ഷേമ പെൻഷന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ചെലവ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും അല്ലെ? പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ തുക ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ രാജ്യത്തിന്റെ ചെലവ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പോൾ ഗവൺമെന്റ് അനുസരിച്ച്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നൊരിക്കുന്നു? ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പൊതു ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ രണ്ട് ടൈപ്പ് പൊതു ചെലവുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാമോ? പൊതു ചെലവുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാമോ? പൊതു ചെലവുകൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? രണ്ട് തരത്തിലാണ് പൊതു ചെലവുകൾ ഉള്ളത്. ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാമോ? രണ്ട് ടൈപ്പാണ് പൊതു ചെലവ്. ഗവൺമെന്റിന്റെ വികസനത്തിനെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിലുള്ള ചെലവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മൾ ക്ലാസ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കും, അല്ലെങ്കിൽ എന്താണ് ഒന്നുകൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ക്ലാസ്സും ശ്രദ്ധിച്ചാൽ മാത്രം മതി. മാക്സിമം കമന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്? വികസനം, വികസനേതര. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തു, അഞ്ജുഷ എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്തു, രണ്ടാമത്തെ ആൾ പാർവതി കമന്റ് ചെയ്തു വികസനം, വികസനേതര. അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം ഇതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്ത് ചെയ്ത് വായിക്കും. ആ ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കാണ് വീഴുന്നത്. അങ്ങനെ ചിന്തിക്കുക. വികസന ചെലവ്, വികസനേതര ചെലവ് അല്ലെ? വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. നമുക്കിനി പഠിക്കേണ്ടത് എന്താണ് വികസന ചെലവുകൾ. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നവയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ച് എന്ത് ചെയ്യുന്നു? സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നു അല്ലെ? റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, തുറമുഖ നിർമ്മാണം എന്നിവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നവയാണ്? വികസന ചെലവുകളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തു, കറക്റ്റ് ആണ്. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്ത് പോവുക. ഇവിടെ വികസന ചെലവിനും വികസനേതര ചെലവിനും ഒക്കെ എന്താണ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നമുക്കത് ഈ ഒരു ചാർട്ടിലൂടെ എന്ത് ചെയ്യാം? അത് പഠിക്കാം. വികസന ചെലവും വികസനേതര ചെലവും സ്കൂൾ ടെക്സ്റ്റിൽ ഒരു വലിയ സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് എന്ത് ചെയ്യാം? തൊട്ടടുത്ത് ഒരു ചാർട്ടിലോട്ട് മാറ്റാം. നമ്മളായിട്ട് തയ്യാറാക്കിയ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് എന്ത് ചെയ്യാം? നമുക്കന്ന് പഠിച്ചു പോവാം. സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വികസന ചെലവുകൾ, ഏതൊക്കെയാണ് വികസനേതര ചെലവുകൾ? രണ്ട് കോളം. ഈ രണ്ട് കോളവും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്താണ് വികസന ചെലവെന്ന് കിട്ടും, എന്താണ് വികസനേതര ചെലവെന്ന് കിട്ടും. ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഇത് കാര്യം മനസ്സിലാവുകയും ചെയ്യും. ശ്രദ്ധിച്ചോ? റോഡ് നിർമ്മാണം. നമ്മുടെ രാജ്യത്തിൽ റോഡ് നിർമ്മിക്കുന്നു. അതൊരു വികസന കാര്യമല്ലേ? റോഡ് നിർമ്മിക്കുക, നമ്മുടെ വീട്ടിനടുത്തുള്ള റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് ഒരു വികസന കാര്യത്തിന് വേണ്ടി ചെലവാക്കിയ തുകയാണ്. അപ്പോൾ അതെന്താണ്? വികസന ചെലവുകൾ. പാലം നിർമ്മാണം. ഇപ്പോ ചെനാബ് നദിക്ക് കുറുകെ എന്താണ് ഒരു വലിയൊരു പാലം നിർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് പാമ്പൻ പാലം രണ്ടാമത് പണി കഴിപ്പിച്ചു, അല്ല എന്താണ് വേറൊരു ട്രാക്കൂടെ എന്ത് ചെയ്തു? അവിടെ നിർമ്മിച്ചു. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതല്ലേ? അപ്പൊ രണ്ടാമത്തെ വികസന ചെലവാണ് പാലം നിർമ്മാണം. നമ്മുടെ സ്കൂളുകളെല്ലാം ഇപ്പൊ ഹൈടെക് ആയിട്ട് മാറി അല്ലെ? ക്ലാസ് റൂമുകളൊക്കെ. അപ്പൊ അതെന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വികസന കാര്യത്തിന് വേണ്ടി മാറ്റിയതാണ് അല്ലെ? സ്കൂൾ കെട്ടിട നിർമ്മാണം. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പുതിയ സംരംഭങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങുക. ഇവയെല്ലാം തന്നെ എന്താണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നതാണ്. അതാണ് വികസന ചെലവുകൾ. അടിസ്ഥാന സൗകര്യ നിർമ്മാണം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്മാർട്ട് റോഡുകൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സ്മാർട്ട് റോഡുകൾ. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മുടെ അടിസ്ഥാന സൗകര്യം അല്ലെ? ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്തു? ഒരുപാട് വ്യത്യാസം വന്നു, ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി. അതൊക്കെ എന്തോന്നാണ്? നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന് എന്തോന്നാണ്? വികസന ചെലവുകളാണ്. വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? എങ്ങനെയുള്ള ചെലവാണ്? വികസന ചെലവുകളാണ്. അവിടെ ക്ഷേമ പ്രവർത്തനം ഒന്നും ഉൾപ്പെടുക. ഗവൺമെന്റ് വികസന കാര്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുകയാണ് വികസന ചെലവുകളിൽ ഉൾപ്പെടുന്നത്. അതിന് ഞാൻ 5 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് റോഡ് നിർമ്മാണം, മറ്റൊന്ന് പാലം നിർമ്മാണം, മറ്റൊന്ന് സ്കൂൾ കെട്ടിട നിർമ്മാണം, അടുത്തത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യ നിർമ്മാണം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് നോക്കാം. എന്താണ് വികസന ചെലവുകൾ? രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ സംരംഭങ്ങൾ തുടങ്ങുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് എന്താണ് സാമ്പത്തിക മേഖലയിലെ പുതിയൊരു മാറ്റമാണെന്ന് പറയാം. അതൊരു വികസന ചെലവാണെന്ന് പറയാം. സാമൂഹികപരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തിലെ റോഡുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഇവയെല്ലാം തന്നെയാണ് സാമൂഹികപരമായിട്ടുള്ള വികസനത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം ഉൾപ്പെടുന്ന എവിടെയാണ്? വികസന ചെലവുകളാണ്. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും
യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ ആവശ്യമുള്ള മറ്റൊരു പോയിന്റ് ആണ്, വികസന ചെലവുകളുടെ മറ്റൊരു പേരാണ് ഉൽപാദന ചെലവുകൾ. എന്താണ് ഉൽപാദന ചെലവുകൾ? അവിടെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിൾ നോക്ക്, റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. നമ്മൾ ആ ഒരു സെന്റൻസിനെ മൊത്തത്തിലാണ് എടുത്ത് എന്ത് ചെയ്തത്, 5 എക്സാമ്പിൾ ആയിട്ട് മാറ്റിയത്. ക്ലിയർ ആണേ? നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് കാണാതെ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ ഇതുപോലെ എന്ത് ചെയ്യുക, ബോക്സുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആക്കി മാറ്റുക. വികസന ചെലവുകൾ, റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, സ്കൂൾ കെട്ടിട നിർമ്മാണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യ നിർമ്മാണം, ഇവയെല്ലാം എന്തോന്നാണ്, വികസന ചെലവുകളാണ്. ഇതുപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ വികസനേതര ചെലവുകൾ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വികസനേതര ചെലവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലി ഉണ്ട്, അല്ലെങ്കിൽ സർക്കാർ ജോലികൾ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ശമ്പളം കിട്ടും. ആ ശമ്പളം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ്, അല്ലേ? അത് സംസ്ഥാന ഗവൺമെന്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തായിരിക്കും, ചെലവായിരിക്കും. എങ്ങനെയുള്ള ചെലവായിരിക്കും, വികസനേതര ചെലവാണ്. അവിടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടല്ല ശമ്പളം തരുന്നത്, ചെയ്ത സേവനത്തിന് എന്ത് കൊടുക്കുകയാണ്, ശമ്പളം കൊടുക്കുകയാണ്, അല്ലെ? അപ്പൊ എന്താണ്, ഒരു തുക നൽകുകയാണ്. അപ്പൊ അതെന്താണ്, ശമ്പളവും പെൻഷനും നൽകൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വികസനേതര ചെലവുകളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിൽ ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ ചെലവുകൾ, ഇപ്പൊ നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യത്ത് എന്ത് ചെയ്തു, ചെറിയ യുദ്ധ സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി, അവിടെ ഒരുപാട് സാമ്പത്തിക ചെലവ് ഉണ്ടായി. ഈ സാമ്പത്തിക ചെലവുകളെല്ലാം വികസനേതര ചെലവുകളാണ്, ഒരിക്കലും വികസന ചെലവല്ല. പിന്നെ എന്തോന്നാണ്, വികസനേതര ചെലവുകളാണ്. പ്രകൃതി ദുരന്ത ദുരിതാശ്വാസം നൽകൽ, നമ്മുടെ രാജ്യത്തിലും നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ്, പ്രളയമൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസം ഒക്കെ ഉണ്ടാവാറ്, അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടൊക്കെ നൽകാറുണ്ടല്ലേ? ഇതെല്ലാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വികസനേതര ചെലവുകളാണ്. അപ്പൊ 3 വികസനേതര ചെലവുകൾ മനസ്സിലാക്കി കാണാതെ പഠിക്കാതെ. ഒന്ന് എന്താണ്, ശമ്പളവും പെൻഷനും നൽകൽ. പിന്നെന്താണ്, രാജ്യത്തിൽ ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ ചെലവുകൾ, പ്രകൃതി ദുരന്ത ദുരിതാശ്വാസം നൽകൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യും, അല്ലേ? അപ്പൊ നമുക്ക് ഒരു പ്രായം കഴിയുന്ന സമയം നമുക്ക് എന്ത് കിട്ടും, തൊഴിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും, അല്ലെ? തൊഴിലില്ലായ്മ വേതനം. ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു ചെലവാണ്. എങ്ങനെയുള്ള ചെലവെന്ന് ചോദിച്ചാൽ വികസനേതര ചെലവുകൾ. അപ്പൊ 4 വികസനേതര ചെലവുകൾ പറഞ്ഞു, ശമ്പളവും പെൻഷനും നൽകാൻ, അതുപോലെ തന്നെ രാജ്യത്തിൽ ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ ചെലവുകൾ, പ്രകൃതി ദുരന്ത ദുരിതാശ്വാസം നൽകൽ, തൊഴിലില്ലായ്മ വേതനം നൽകൽ. അതുപോലെ തന്നെ നമ്മൾ പത്രങ്ങളും ടിവികളിലും വായിക്കുന്നതാണ്, ഇത്ര രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളി എന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കിട്ടേണ്ട ഒരു വരുമാനമായിരുന്നു, അതിനെന്ത് ചെയ്യാണ്, എഴുതി തള്ളുകയാണ്. അപ്പൊ അതെന്താണ്, ഗവൺമെന്റിന്റെ ചെലവായിട്ട് മാറും. എങ്ങനെയുള്ള ചെലവാണ്, വികസനേതര ചെലവുകൾ. കാർഷിക കടവായ്പകൾ എഴുതി തള്ളൽ, കാർഷിക കടവായ്പകൾ എഴുതി തള്ളൽ. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. താഴെ പറയുന്നവയിൽ വികസനേതര ചെലവുകൾക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ വികസന ചെലവുകൾക്ക് ഉദാഹരണം ഏത് എന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയും, കാർഷിക കടവായ്പകൾ എഴുതി തള്ളൽ എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ സർക്കാരുകളുടെ ഒരു വികസനേതര ചെലവിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ? ഇത് ഉത്തരം എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെന്റൻസ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായിരിക്കും, ഈ 2 ചാർട്ട് പഠിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് വികസന ചെലവുകൾക്ക് എക്സാമ്പിൾ, ഏതൊക്കെയാണ് വികസനേതര ചെലവുകൾക്ക് എക്സാമ്പിൾ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാമോ? ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. സ്കൂൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ശാസ്ത്ര, എക്കണോമിക്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ മറ്റു ബാച്ചുകളൊക്കെ നമ്മുടെ ഈ പച്ചവെള്ളം PSCയുടെ ഭാഗമായിട്ടുണ്ട്. അതിലെ പല ക്ലാസ്സുകളിൽ ഇരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ആയിട്ടാണ് പഠിച്ചു പോയത്. ഇപ്പം നടന്ന എല്ലാ പരീക്ഷകൾക്കും ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഓർമ്മിക്കാം, നമുക്ക് ഈ ഒരു വികസനേതര ചെലവ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെന്റൻസിലൂടെ പഠിച്ചു നോക്കാം. നമുക്ക് രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. പ്രതിരോധം, അതായത് യുദ്ധമേഖലയ്ക്കുള്ള ചെലവ്. പലിശ നൽകുക, അതായത് ഞാൻ പറഞ്ഞ എന്താണ്, പലിശയും തിരിച്ചടവ്, വാങ്ങിച്ച വായ്പകൾക്ക് പലിശ കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഒരു ചാർട്ടിലോട്ട് മാറ്റിയത്. അവിടെ കൂടുതൽ എക്സാമ്പിൾ നമ്മൾ ഉൾപ്പെടുത്തി, ടെക്സ്റ്റ് ബുക്കിൽ അത്ര എക്സാമ്പിൾ ഇല്ല. നമ്മൾ അതിനേക്കാൾ എക്സാമ്പിൾ എന്ത് ചെയ്തു, ചേർത്താണ് പഠിച്ചത്. ക്ലിയർ അല്ലേ? വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം പഠിക്കാം. പൊതുവരുമാനം, ഗവൺമെന്റിന്റെ പൊതു ചെലവ് നമ്മൾ പഠിച്ചു. കുടുംബ ബജറ്റ് എന്നുള്ള ടോപ്പിക്കിൽ കുടുംബ ബജറ്റ് ആ ഒരു പോർഷനിൽ കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഗവൺമെന്റിന്റെ വരുമാനത്തെയും ഗവൺമെന്റിന്റെ ചെലവിനെയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ചെലവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, പൊതുവരുമാനം പഠിക്കാനുണ്ട്, അല്ലെ? പൊതുവരുമാനം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ
ഒരുപാട് ചെലവില്ലേ, വികസനതര ചെലവിനൊക്കെ എന്ത് വേണം, നടപ്പിലാക്കണമെങ്കിൽ പണം വേണം അല്ലെ, റോഡ് നിർമ്മിക്കണമെങ്കിൽ പണം വേണം. ഈ പണമൊക്കെ ഗവൺമെന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഗവൺമെന്റ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇപ്പൊ എന്റെ വീട്ടിലെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, കാരണം എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ വരുമാനം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് എല്ലാം ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന എന്റെ വാടക അതെന്റെ വരുമാനമാണ്. ഞാൻ കുറച്ചു പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാറുണ്ട്, ആ കടം വാങ്ങുമ്പോൾ അതെന്റെ എന്താണ്, ഒരു വരുമാനമാണ്. ഞാൻ തിരിച്ചു കൊടുക്കണം, കൊടുക്കുന്ന സമയത്ത് എന്റെ ചെലവാകും, ഞാൻ വാങ്ങുന്ന സമയത്ത് എന്റെ വരുമാനമാണ് അല്ലേ. അതുപോലെ തന്നെ ഞാൻ കുറെ പേർക്ക് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് പലിശ കിട്ടുന്നവരുണ്ട് അല്ലെ, എന്താണ്, അവർ പലിശ തരാറുണ്ട്, അതെന്റെ വരുമാനമാണ്. അത്തരത്തിലായിരിക്കും ഒരു വ്യക്തിയുടെ വരുമാനം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വരുമാനം നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഗവൺമെന്റ് സമാഹരിക്കുന്നതാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാരിന്റെ ബജറ്റിന്റെ പ്രധാന ഘടകമാണ്. ഒരു ഗവൺമെന്റിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വാർഷിക സാമ്പത്തിക പ്രസ്താവന ഒരു ഗവൺമെന്റ് തയ്യാറാക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്, അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഇത്രയാണ് രണ്ട് രീതികൾ. പൊതുവരുമാന മാർഗത്തെ ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് പഠിക്കാം. ഇവിടെയും ഞാൻ പറയുന്നത് നമുക്ക് ഈ ചാർട്ടൊക്കെ ആവശ്യമാണ്, ഇതിന്റെ കണ്ടന്റ് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. പൊതുവരുമാന മാർഗത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നികുതി വരുമാനം, മറ്റൊന്ന് നികുതിയേതര വരുമാനം. ഒന്ന് വികസന ചെലവ് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ വികസനേതരം, അതുപോലെയാണ് നമ്മൾ വരുമാനം പഠിക്കാൻ പോണത്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഇപ്പം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ക്വസ്റ്റ്യനും വായിച്ചുതരാം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൊതുവരുമാനം, ഇത് മൊത്തം പഠിച്ചതിന് ശേഷം പൊതുവരുമാനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നികുതി വരുമാനം, മറ്റൊന്ന് നികുതിയേതര വരുമാനം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിവിധ തരത്തിൽ നിർബന്ധിതമായിട്ട് പിരിച്ചെടുക്കുന്നവയാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. ആ നികുതി വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രത്യക്ഷ നികുതി, മറ്റൊന്ന് പരോക്ഷ നികുതി. ഒന്ന് പ്രത്യക്ഷ നികുതി, മറ്റൊന്ന് പരോക്ഷ നികുതി. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടാക്സുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നികുതികൾ ഒന്ന് കമന്റ് ചെയ്യാമോ? എല്ലാവരും നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടാക്സുകൾ, ഗവൺമെന്റ് നമ്മളെ പിരിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട കുറേ ടാക്സുകളുണ്ട്, അതിൽ നിങ്ങൾക്കറിയാവുന്ന നികുതികൾ ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾക്കറിയാവുന്ന നികുതികൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നികുതികൾ ഉണ്ടെങ്കിൽ. കെട്ടിട നികുതി കറക്റ്റ് ആണ്, കെട്ടിട നികുതി. ഇൻകം ടാക്സ് കറക്റ്റ് ആണ്. വേറെ വരട്ടെ, തൊഴിൽ നികുതി. നമുക്ക് പ്രൊഫഷണൽ ടാക്സ്, നമുക്ക് തൊഴിൽ കിട്ടിയാൽ നമ്മൾ 2 തവണ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, തൊഴിൽ നികുതി ഉണ്ട്. വേറെ ലാൻഡ് ടാക്സ്, കെട്ടിട നികുതി, അതുപോലെ തന്നെ ഭൂനികുതി, GST കറക്റ്റ് ആണ്, GST, ഇൻകം ടാക്സ്. ഇതുപോലെ ഒരുപാട് നികുതികളുണ്ടല്ലേ. ഈ പല നികുതികളും പ്രത്യക്ഷമായിരിക്കും, ചിലതൊക്കെ എന്തോന്നായിരിക്കും, പരോക്ഷം. നിങ്ങൾ അത് വേർതിരിച്ചറിയാമോ? നിങ്ങൾ ഈ കമന്റ് ചെയ്ത പല നികുതികളും ഒന്നെങ്കിൽ അത് പ്രത്യക്ഷമായിരിക്കും അല്ലെങ്കിൽ പരോക്ഷമായിരിക്കും. നിങ്ങൾക്ക് അത് വേർതിരിച്ചറിയാമോ? ഏതൊക്കെയാണ് പ്രത്യക്ഷം, ഏതൊക്കെയാണ് പരോക്ഷം, വേർതിരിച്ചറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമന്റ് ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് കമന്റ് ചെയ്യും. ഒരു കുഴപ്പമില്ല. ഇന്ന് പഠിക്കും നമ്മൾ. ഒരു 10 മിനിറ്റിനകത്ത് പ്രത്യക്ഷം പരോക്ഷ ക്ലാസ് ഇരുന്ന് എല്ലാവർക്കും കിട്ടും. 10 മിനിറ്റ് സമയം, പ്രത്യക്ഷം ഏത് പരോക്ഷം ഏത് 10 മിനിറ്റ് കൊണ്ട് കിട്ടും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, വിഷ്ണു കുമാർ കമന്റ് ചെയ്യണം, അറിയാം. ഓക്കെ, പ്രത്യക്ഷ പരോക്ഷ നീതികൾ അറിയാം. ഓക്കെ, കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. നമുക്ക് ഈ ചാർട്ട് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം. എന്നിട്ട് നമുക്ക് ഈ ചാർട്ടിലോട്ട് വരാം, നമുക്ക് സ്കൂൾ ടെക്സ്റ്റിലോട്ട് വരാം. ശ്രദ്ധിച്ചു, എന്താണ് നികുതി വരുമാനം? അതാ ഇവിടെ അതിനെ കുറിച്ചൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ അതിനെ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോവാണ്. എന്താണ് നികുതി വരുമാനം? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധിതമായും നൽകേണ്ട വരുമാനമാണെങ്കിൽ പണമാണ് നികുതി വരുമാനം. അപ്പൊ ഓർമ്മിക്കേണ്ട ഒറ്റ പോയിന്റ്, നികുതി വരുമാനം ഗവൺമെന്റിന് നിർബന്ധമായിട്ടും നമ്മൾ നൽകിയിരിക്കണം. ഓർമ്മിക്കേണ്ട ഒറ്റ പോയിന്റ് ഇതെല്ലാം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഞാൻ ക്വസ്റ്റ്യന് വായിച്ചുതരാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധിതമായി നൽകേണ്ട പണമാണ് നികുതി വരുമാനം. കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതി വരുമാനം. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നികുതി പിരിക്കുന്നതിനുള്ള അധികാരം 3 ഗവൺമെന്റുകൾക്കാണ്. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ്, മറ്റൊന്ന് സംസ്ഥാന ഗവൺമെന്റ്, അടുത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഈ 3 ഗവൺമെന്റുകൾക്കും കിട്ടുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, നികുതി നൽകുന്ന വ്യക്തിയെ അറിയപ്പെടുന്ന പേരാണ് നികുതിദായകൻ. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരാണ് നികുതിദായകൻ. ഞാനാണ് നികുതി അടയ്ക്കുന്നതുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് നികുതിദായകൻ. ടാക്സ് പേയർ എന്ന് വിളിക്കും, ടാക്സ് പേയർ.
ആ നികുതിദായകൻ നികുതി അടയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്ന തുകയെ വിളിക്കുന്ന പേരാണ് നികുതി ഭാരം. നികുതിദായകൻ നികുതി നൽകുന്നതിലൂടെ നഷ്ടപ്പെടുന്ന തുക അല്ലെങ്കിൽ പണം അറിയപ്പെടുന്ന പേരാണ് നികുതി ഭാരം. ഞാൻ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് എനിക്കുമേൽ ചുമത്തപ്പെടുന്നതാണ് നികുതി ഭാരം. അങ്ങനെ ഞാൻ നികുതി ഭാരം അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നികുതി അടയ്ക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്നും പോകുന്ന തുകയാണ് നികുതി ഭാരം എന്ന് പറയുന്നത്. എല്ലാ സിമ്പിൾ പോയിന്റുകളാണ്. എന്താണ് നികുതി വരുമാനം? നമുക്ക് ആവശ്യം ഈ ചാർട്ടിലെ ആദ്യത്തെ പോയിന്റ് ആണ്. പൊതുവരുമാനത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് നികുതി വരുമാനം, അത് മാത്രമാണ് നമ്മളിവിടെ പഠിച്ചത്. എന്താണ് നികുതി വരുമാനം? എന്താണ്? ഗവൺമെന്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധിതമായും നൽകേണ്ട പണമാണ് നികുതി വരുമാനം, ഗവൺമെന്റിന്റെ നികുതി വരുമാനം. ഓക്കെ, അപ്പോൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് നികുതി വരുമാനം. നികുതി നൽകുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരാണ് നികുതിദായകൻ. നികുതിദായകൻ നികുതി അടയ്ക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന പണമാണ്, തുകയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നികുതി ഭാരം. കറക്റ്റ് ആണ്. എന്തോന്നാണ്? നികുതി ഭാരം. എന്താണ്? നികുതി ഭാരം. ഈ നികുതി വരുമാനത്തെയാണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രത്യക്ഷ നികുതി എന്നും മറ്റൊരു ഭാഗത്ത് പരോക്ഷ നികുതി എന്നും പറയുന്നത്. നമുക്ക് നികുതിതര വരുമാനമൊക്കെ പഠിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് പഠിക്കാം. എന്താണ് പൊതുവരുമാനം എന്ന് കിട്ടി. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നികുതി വരുമാനം. ആ നികുതി വരുമാനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആ നികുതി വരുമാനം രണ്ട് ടൈപ്പുകളിൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് പ്രത്യക്ഷം, മറ്റൊന്ന് പരോക്ഷം. അവിടെ ഒരു സെന്റൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വായിക്കാം. നമുക്ക് ആദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലോട്ട് ആ ചോദ്യം മാറ്റാം. നികുതി വരുമാനത്തെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് പ്രത്യക്ഷ നികുതി, അതായത് ഡയറക്റ്റ് ടാക്സ്. മറ്റൊന്ന് പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ്. ഒന്ന് പ്രത്യക്ഷ നികുതി, മറ്റൊന്ന് പരോക്ഷ നികുതി. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. എന്താണ് പ്രത്യക്ഷ നികുതി? ഒരു വ്യക്തിക്കുമേൽ ചുമത്തുന്ന നികുതി ഭാരം ആ വ്യക്തി തന്നെ നേരിട്ടടയ്ക്കുകയാണെങ്കിൽ അത്തരം നികുതികളെയാണ് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി, അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്കുമേൽ ചുമത്തുന്ന നികുതി ഭാരം അടയ്ക്കേണ്ട വ്യക്തി ഞാനാണ്. എന്റെ മേലാണ് ചുമത്തപ്പെടുന്നത്. ആ ഞാൻ തന്നെ എന്റെ പേരിൽ നേരിട്ട് നികുതി ഭാരം അടയ്ക്കുകയാണെങ്കിൽ അത്തരം നികുതി ഘടനയെ വിളിക്കുന്ന പേരെന്താണ്? പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്ട് ടാക്സ്. ഒരു വ്യക്തിക്കുമേൽ ചുമത്തുന്ന നികുതി ഭാരം ആ വ്യക്തി തന്നെ നേരിട്ട് അടയ്ക്കുകയാണെങ്കിൽ അത്തരം നികുതി ഘടനയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെയാണേ? നികുതി ഭാരം അല്ലെങ്കിൽ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പ്രത്യക്ഷ നികുതികളുടെ നികുതി ഭാരം മറ്റൊരു വ്യക്തിക്കും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റൂല. നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ചോണം. നികുതി ചുമത്തപ്പെടുന്നത്, അതായത് ആരാണോ നികുതി അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും, ഇത് രണ്ടും ഒരു വ്യക്തിയിലാകുന്ന നികുതി ഘടനകളെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പൊതുവരുമാനം എന്ന് കിട്ടി. ആ പൊതുവരുമാനത്തിലെ ഒരു ഭാഗമാണ് നികുതി വരുമാനം. ആ നികുതി വരുമാനത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് പ്രത്യക്ഷം, മറ്റൊന്ന് പരോക്ഷം. എന്താണ് പ്രത്യക്ഷ നികുതി? ഒരു വ്യക്തിക്കുമേൽ ചുമത്തുന്ന നികുതി ഭാരം ആ വ്യക്തി തന്നെ നേരിട്ടടയ്ക്കുകയാണെങ്കിൽ അത്തരം നികുതി ഘടനയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ക്ലിയർ ആയോ? പ്രത്യക്ഷ നികുതി ഓക്കെ ആയോ? ഒന്ന് കമന്റ് ചെയ്യാമോ? പ്രത്യക്ഷ നികുതി ക്ലിയർ ആണോ? പ്രത്യക്ഷ നികുതി ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രത്യക്ഷ നികുതി ഓക്കെ ആണോ? പ്രത്യക്ഷ നികുതി ഓക്കെ. നമുക്ക് ഇതിൽ പഠിക്കേണ്ട ലാസ്റ്റ് പോയിന്റ് ആണ്, പ്രത്യക്ഷ നികുതിയിൽ നികുതി ഭാരം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഒറ്റ ആളല്ലേ ഉള്ളൂ, ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല? നികുതി ഭാരം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്കുമേൽ ഏർപ്പെടുത്തുന്ന നികുതി ഭാരം ആ വ്യക്തി തന്നെ നേരിട്ടടച്ചാൽ അത്തരം നികുതി വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. പ്രത്യക്ഷ നികുതിയിൽ നികുതി ഭാരം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഓർമ്മിച്ചോ? ആ ഒരു റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യക്ഷ നികുതിയിൽ നികുതി ഭാരം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഇനി എക്സാമ്പിൾ കിട്ടണം. ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതി? നിങ്ങൾക്ക് പ്രത്യക്ഷ നികുതി കാണാതെ പഠിക്കാം. ഞാൻ പഠിച്ചൊരു രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് കിട്ടുമെന്ന് കരുതുന്നു. ഒരു വ്യക്തിക്ക് തൊഴിൽ കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. തൊഴിൽ കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും പ്രത്യക്ഷ നികുതി. ഇതുവരെയും പ്രത്യക്ഷ നികുതി വേർതിരിച്ചറിഞ്ഞുകൂടാത്തവർക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് കിട്ടി? തൊഴിൽ കിട്ടി. തൊഴിൽ കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് എല്ലാ മാസം എന്ത് വരും? ആദായം വരും അല്ലെ? അതായത് വരുമാനം വരും അല്ലെ? എല്ലാ മാസം 30-31 തീയതി ആകുമ്പോൾ എന്ത് ചെയ്യും? ശമ്പളം വന്നു തുടങ്ങും. അപ്പൊ എന്താണ്? ആദായം വന്നു. ആദായം വരുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയിട്ട് ഒരു ഭൂമി വാങ്ങും അല്ലെ? ഒരു ഭൂമി വാങ്ങും. ആ ഭൂമിയിൽ അയാൾ എന്ത് വയ്ക്കും? ഒരു കെട്ടിടം വയ്ക്കും അല്ലെ? ഒരു കെട്ടിടം വയ്ക്കും. അപ്പൊ ഓർമ്മിച്ചോണം, ഒരു വ്യക്തിക്ക് ആദ്യം കിട്ടിയത് എന്താണ്? തൊഴിൽ കിട്ടി. തൊഴിൽ കിട്ടിയപ്പോൾ ആ വ്യക്തിക്ക് എന്ത് വരും? ആദായം വരും, വരുമാനം വരും അല്ലെ? ഇൻകം വരും അല്ലെ? ഇൻകം വരും. ആ വ്യക്തി ആ പൈസ വെച്ച് എന്ത് ചെയ്യും? ഒരു ഭൂമി വാങ്ങും. ഭൂമി വാങ്ങിയിട്ട് അവിടെ വെറുതെ ഇടൂല. ആ വീട്ടിൽ എന്താണ്? അവിടെ എന്താണ്? ഒരു കെട്ടിടം വയ്ക്കും, ഒരു വീട് വയ്ക്കും അല്ലെ? അപ്പൊ കെട്ടിടം വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഫ്രണ്ടിൽ ഒരു വാഹനം വാങ്ങിച്ചിടും. അതല്ലേ നമ്മളെല്ലാവരും ചെയ്യണ കാര്യം അല്ലേ? വാഹനം വാങ്ങിച്ചിടും. ഇത്രയും കാര്യം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുമല്ലോ. തൊഴില്,
ആദായം, ഭൂനികുതി, കെട്ടിടം, വാഹനം. 5 പ്രത്യക്ഷ നികുതി. ഇത്രയേ ഉള്ളൂ പഠിക്കുക. ഇതിനൊപ്പം നമ്മളെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് ജനങ്ങൾ എന്നെ പറഞ്ഞു തുടങ്ങും. നമ്മുടെ നാട്ടിലുള്ളവരെന്നെ പറയും, അവനൊരു സാമ്പത്തികമുള്ള വ്യക്തിയായി മാറി, അവനൊരു കോർപ്പറേറ്റ് ആയിട്ട് മാറി, ആ വ്യക്തി ഒരു കോർപ്പറേറ്റ് ആയിട്ട് മാറി. ഓർമ്മിച്ചോണെ, 6 പ്രത്യക്ഷം: തൊഴില്, ആദായം, ഭൂമി, കെട്ടിടം, വാഹനം, കോർപ്പറേറ്റ്. തൊഴിൽ കിട്ടുന്നു, ആദായം വരുന്നു, ഭൂമിയായി, കെട്ടിടമായി, വാഹനമായി, കോർപ്പറേറ്റ് ആയി. ഞാൻ 1 മിനിറ്റാണ് എടുത്തത് പറയാനായിട്ട്, ഈ എക്സാമ്പിൾ പറയാനായിട്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് ഒരിക്കലും തെറ്റല്ലേ, നേരത്തെ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നേരത്തെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞവർക്ക്, അറിയാമെന്ന് പറഞ്ഞവരും ഉണ്ട്. അവർക്കും എല്ലാവർക്കും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആണോ? പ്രത്യക്ഷ നികുതി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം, കാണാതെ ഒന്നും പഠിക്കണ്ട. എക്സാമ്പിൾ കാണാതെ ഒന്നും പഠിക്കണ്ട, സിമ്പിൾ ആയിട്ട് പറയാം. തൊഴിൽ കിട്ടുമ്പോൾ ആദായം വരും, ആദായം വെച്ച് നമ്മൾ ഭൂമി വാങ്ങുന്നു, ഭൂമിയിൽ നമ്മൾ കെട്ടിടം വയ്ക്കുന്നു, അവിടെ വാഹനം വാങ്ങിച്ചിടുന്നു, അവിടെ നമ്മൾ എന്താണ്, കോർപ്പറേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ അത് പഠിക്കാൻ? തൊഴില്, ആദായം, ഭൂമി, കെട്ടിടം, വാഹനം, കോർപ്പറേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?